ബഹുമാന്യരെ, ഭാരത സംസ്കാരം ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച്, ഒരു ലോക വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. വൈജ്ഞാനിക ലോകത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ അതിപുരാതന കാലം മുതലുള്ള സംഭാവനകൾ എത്രയോ പ്രൗഢഗംഭീരമാണ്. അതുപോലെ തന്നെയാണ് ലോകത്തിൻ്റെ എല്ലാ കോണിലും ഭാരതീയർ, കേരളീയർ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ സംസ്കാരത്തിൻ്റെ വ്യാപനം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ കാണുന്ന, ശ്വാസം വിട്ടാൽ ആ ഉച്ഛ്വാസവായുവിലൂടെ, നമ്മൾ അകത്തേക്ക് വലിക്കുന്ന വായുവിലൂടെ, പുറത്തേക്ക് വിടുന്ന വായുവിലൂടെ അണുക്കൾ നഷ്ടപ്പെടാം, അതുപോലും പാപമാണെന്ന് വിശ്വസിക്കുന്ന, നടന്നാൽ പുൽക്കൊടികൾക്ക് പോലും വേദനിക്കും, അതുപോലും പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ സന്തതികളാണ് നാം. നാം നല്ലതിനെ സ്വീകരിക്കാനും തെറ്റെന്ന് തോന്നുന്നതിനെ തിരസ്കരിക്കാനുമുള്ള നമ്മുടെ സഹജമായ സ്വഭാവം, അതൊക്കെ സിന്ധു നദീതട നാഗരികതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആ ആർഷഭാരത സംസ്കാരം ചിട്ടപ്പെടുത്തി തന്ന മഹർഷിമാരിലൂടെ, ആയിരക്കണക്കിന് മഹർഷിമാരിലൂടെ നമ്മൾ ആർജിച്ചൊരു സംസ്കാരം. ആ സംസ്കാരത്തിന് പകരം ഇന്ന് നമ്മൾ ലോകത്തിന് സംഭാവന ചെയ്യുന്നത് എന്താ? വിവിധ ലോകരാജ്യങ്ങൾ പറയുന്നു ഇന്ത്യയിലെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണ്, നിങ്ങളുടെ നിലപാടുകൾ തെറ്റാണ്, പാർലമെൻ്റ് എടുത്ത നിലപാട് തെറ്റാണ്, ഭരണാധികാരികളുടെ പ്രഖ്യാപനങ്ങൾ തെറ്റാണ് എന്ന് പറയുകയും ഏതാണ്ടൊരു LKG കുഞ്ഞുങ്ങളെക്കാൾ താഴ്ന്ന നിലവാരത്തിലേക്ക് ഇന്ത്യൻ ഭരണാധികാരികളെ കാണുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം അധപ്പതിച്ചിരിക്കുകയാണ്. എവിടെ ചെന്നെത്തി നമ്മുടെ ഭാരതം? എവിടെ ചെന്നെത്തി? സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ ചിക്കാഗോയിൽ എത്തിച്ചേർന്ന് ഏതാണ്ട് ലക്ഷക്കണക്കിന് പേരെ മതപരിവർത്തനത്തിന് വിധേയമാക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ആകെ ലഭിച്ച 5 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്ത് അവരെ മുഴുവൻ കയ്യിലെടുക്കാൻ കഴിഞ്ഞ ഒരു വലിയ സംസ്കാരം, ആ സംസ്കാരം നമുക്ക് അന്യം നിന്ന് പോയിരിക്കുന്നു. ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച CSDS എന്ന് പറയുന്ന ഒരു ഗവേഷക സംഘം, ആ സർവേ സംഘം അവരുടെ സർവേയിലൂടെ കണ്ടെത്തിയത് വെറും 10% പേർ മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്ത് മതതീവ്രവാദത്തിൽ വിശ്വസിക്കുന്നവർ. 90% പേരും ആഗ്രഹിക്കുന്നത് ഒരു മതേതര ഭാരതത്തെയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ സംസ്കാരം. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ 10% പേർ മേൽക്കൈ നേടുന്ന തരത്തിലേക്ക് ഗോഗ്വ വിളിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിന് മുമ്പിൽ കൊഞ്ഞണം കുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തെ നമുക്ക് തൂത്തെറിയാൻ നമുക്ക് ഏറ്റവും പറ്റിയ അവസരമാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മഹാരാജ്യത്തെ സംസ്കാരം, നമുക്ക് 543 അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ നിന്ന് ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിയണം, ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ കഴിയണം. ഇന്ത്യക്ക് ഐശ്വര്യപൂർണമായ ഒരു വളർച്ചയിലേക്ക്, ഒരു വലിയ ഉയർച്ചയിലേക്ക്, ക്ഷേമരാഷ്ട്രത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കണം. ജാതിയോ മതമോ ഭാഷയോ വർഗമോ വർണ്ണമോ ആവരുത് നമ്മെ വേർതിരിക്കുന്ന ഘടകങ്ങൾ. നമ്മെ വേർതിരിക്കാൻ അപ്രകാരം ഒന്നിനും കഴിയില്ല എന്ന തരത്തിലേക്ക് വേണം. യഥാർത്ഥത്തിൽ വൈവിധ്യങ്ങളിൽ ഏകത്വമാണ് നമ്മുടെ സംസ്കാരം. അത് ഉയർത്തിപ്പിടിക്കാൻ ഇന്നു കഴിയുന്നത് ഇടതുപക്ഷത്തിനേ കഴിയൂ. ആ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ നിസ്സാരവൽക്കരിച്ച് കാണാൻ നമുക്കാവില്ല. നമുക്കറിയാം, ഏതാണ്ട് 62 MP ഇടതുപക്ഷം ഇന്ത്യ മഹാരാജ്യത്ത് ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ എത്തിച്ചേർന്നപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ വിസ്താര ഭയത്താൽ ഓരോന്നോരോന്ന് ഞാൻ എണ്ണി സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യവും ഇടതുപക്ഷത്തിന് മേൽക്കൈ കിട്ടണം. ഇടതുപക്ഷത്തിന് ഇന്ത്യയുടെ ഭരണസാരഥ്യം വഹിക്കാൻ കഴിയണമെന്നല്ല, ആ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അങ്ങ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ നമ്മുടെ പാർലമെൻറ്റിൽ തീർച്ചയായും അത് മുഴങ്ങി കേൾക്കാൻ കഴിയുകയും അതിനനുസരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതി തിരിച്ചുവിടാൻ കഴിയുന്ന ഇടതുപക്ഷത്തിൻ്റെ 20 സ്ഥാനാർത്ഥികൾ കേരള സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നു. ഒന്നൊന്നിന് മെച്ചം, ഓരോന്ന് ശ്രേഷ്ഠം. ഈ 20 മെമ്പർമാരും നിങ്ങൾ ഒരാൾ പോലും തോൽക്കാനിട വരരുത്. നിങ്ങൾ തോറ്റാൽ തോൽക്കുന്നത് കേരളമാണ്, തോൽക്കുന്നത് ഇന്ത്യയാണ്, ഇന്ത്യൻ ജനാധിപത്യമാണ്, ഇന്ത്യൻ മതേതരത്വമാണ്, ഇന്ത്യൻ ഭരണഘടനയാണ്, ഇന്ത്യൻ ജനതയാണ്, അതുവഴി ലോക ജനതയാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാവണം. തീർച്ചയായും നിങ്ങൾ 20 പേരും വിജയശ്രീ ലാളിതരായി ജൂൺ മാസം 4-ാം തീയതി നിങ്ങൾ പാർലമെൻറ്റിലേക്ക് വിജയിച്ചു പോകാൻ, വിജയശ്രീ ലാളിതരായി പോകുവാൻ നിങ്ങൾ തയ്യാറാവണം. ഞങ്ങൾ ജനത നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളുടെ പിന്നിലുണ്ട്, നിങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഞങ്ങളുണ്ട് എന്ന് മാത്രം പ്രഖ്യാപിക്കുന്നു.